കണ്ണഞ്ചിപ്പിക്കുന്ന അഗ്നിപ്രഭയും അസാമാന്യ മെയ്വഴക്കവും കൊണ്ട് തെയ്യം ആരാധകർക്കിടയിൽ ഏറെ വിസ്മയം തീർക്കുന്ന കണ്ടനാർ കേളൻ തെയ്യത്തിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം. ആരായിരുന്നു കേളൻ? എങ്ങനെയാണ് അദ്ദേഹം ദൈവക്കരുവായത്? നമുക്ക് നോക്കാം. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് രാമന്തളി കുന്നരു എന്ന സ്ഥലത്തെ ഭൂപ്രഭുവായിരുന്ന മേലെടത്ത് ചക്കി എന്ന സ്ത്രീക്ക് തൻ്റെ സ്ഥലമായ വയനാട്ടിലെ പൂമ്പുനം എന്ന കാട്ടിൽ വെച്ച് ഒരു ആൺകുഞ്ഞിനെ കളഞ്ഞു കിട്ടി. അച്ഛനാരെന്നോ അമ്മയാരെന്നോ അറിയാത്ത ഒരു പൊന്നോമന. അവർ അവനെ കേളൻ എന്ന് വിളിച്ചു. സ്വന്തം കുഞ്ഞിനെ പോലെ പോറ്റി വളർത്തി. വർഷങ്ങൾ കടന്നുപോയി. നമ്മുടെ കുഞ്ഞു കേളൻ ഇന്ന് വളർന്ന് കരുത്തനായ ഒരു യുവാവായി മാറിയിരിക്കുന്നു. ആരോഗ്യവനായി വളർന്ന കേളൻ്റെ ബുദ്ധിയും വീര്യവും ആ അമ്മയിൽ സന്തോഷം വളർത്തി. അവൻ്റെ അധ്വാനശേഷി അവരുടെ കൃഷിയിടങ്ങളിൽ നല്ല വിളവ് ലഭിക്കാൻ സഹായിച്ചു. അവനൊരു മികച്ച കർഷകനായി. അവൻ എറിഞ്ഞ വിത്തൊക്കെ 100 ഇരട്ടി പൊലിച്ചു. കേളൻ്റെ മിടുക്കിൽ കുന്നരു ദേശം സമ്പൽ സമൃദ്ധമായി. തൻ്റെ വയനാട്ടിലെ സ്ഥലവും കൃഷിയോഗ്യമാക്കണം, 100 മേനി കൊയ്യണം അമ്മ മകനോട് പറഞ്ഞു. അമ്മയുടെ വാക്ക് കേട്ട് 4 കാടുകൾ ചേരുന്ന പൂമ്പുനം വെട്ടിത്തെളിക്കാൻ പണിയായുധങ്ങളും തൻ്റെ വില്ലും ശരങ്ങളും എടുത്ത് കേളൻ പുറപ്പെട്ടു. പൂമ്പുനം തേടി പുറപ്പെടും മുമ്പ് വീട്ടിലുണ്ടായിരുന്ന കള്ള് ആവോളം കുടിച്ചു കേളൻ. വഴിയിൽ വെച്ച് കുടിക്കാനായി ഒരു കുറ്റി കള്ള് കയ്യിലും മറ്റൊന്ന് മാറാപ്പിലുമായി അവൻ യാത്ര തുടർന്നു. പൂമ്പുനത്തിലെത്തിയ ഉടൻ അവൻ അല്പം മദ്യം നുകർന്നു. ശേഷം 4 കാടും വെട്ടിത്തെളിക്കാൻ തുടങ്ങി. 4ാമത്തെ പൂമ്പുനത്തിൻ്റെ നടുവിലതാ ഒരൊത്ത നെല്ലിമരം. എന്താണെന്നറിയില്ല, അതുമാത്രം വെട്ടാൻ കൈയറച്ചു. ബാക്കിയെല്ലാം വെട്ടിക്കൂട്ടി. തുടർന്ന് പൂമ്പുനം 4ഉം തീയിടാൻ തുടങ്ങി കേളൻ. കാടിൻ്റെ 4 മൂലയിലും 4 കോണിലും തീയിട്ടു കേളൻ. പിന്നെ അതിസാഹസികമായി അതിൻ്റെ നടുവിൽ നിന്നും പുറത്ത് ചാടി കേളൻ. 2 കാടുകളിലെ തീമലകളിൽ നിന്നും സാഹസികമായി പുറത്ത് ചാടിയതോടെ അവന് രസം കയറി. 3ാമത്തെ പൂമ്പുനവും ഇതേ രീതിയിൽ തീയിട്ട് ചാടി കടന്നു കേളൻ. ഒടുവിൽ നെല്ലിമരം നിൽക്കുന്ന 4ാമത്തെ കാട്ടിലെത്തി കേളൻ. മറ്റു 3ഇടത്തും ചെയ്ത പോലെ ആ കാടിൻ്റെ 4 മൂലയിലും 4 കോണിലും തീയിട്ടു. എന്നാൽ ഇത്തവണ അഗ്നിയും വായുവും കോപിച്ചു. 8 ദിക്കിൽ നിന്നും തീ ആളിപ്പടർന്നു. കേളന് ചാടാവുന്നതിനും ഉയരത്തിൽ. ഇനി നെല്ലിമരം മാത്രമേ രക്ഷയുള്ളൂ എന്ന് കണ്ട കേളൻ അതിന് മുകളിലേക്ക് ചാടിക്കയറി. നെല്ലിമരത്തിന് മുകളിൽ കാളിയും കരാളിയും എന്നു പേരായ 2 നാഗങ്ങൾ വസിച്ചിരുന്നു. കൊടും ചൂടിൽ മരണഭയത്തോടെ നെല്ലിത്തുമ്പിലിരിക്കുകയായിരുന്നു ആ സമയം 2 നാഗങ്ങളും. മരത്തിലേക്ക് വലിഞ്ഞു കയറി വന്ന മനുഷ്യനെ കണ്ട നാഗങ്ങൾ അതോടെ അവൻ്റെ ദേഹത്തേക്ക് പാഞ്ഞു കയറി. അമ്മയെ വിളിച്ച് അലറിക്കരഞ്ഞു കേളൻ. കേളൻ്റെ ഇടത് മാറിലും വലതു മാറിലും ആ നാഗങ്ങൾ ആഞ്ഞു കൊത്തി. കേളനും നാഗങ്ങളും അഗ്നിയിലേക്ക് വീണു. തൻ്റെ പതിവ് നായാട്ട് കഴിഞ്ഞ് അതുവഴി വന്ന ശിവൻ്റെ പൊന്മകൻ വയനാട്ട് കുലവൻ മാറിൽ 2 നാഗങ്ങളുമായി വെണ്ണീരായി കിടക്കുന്ന കേളനെ കണ്ടു. ദേവൻ തൻ്റെ പിൻകാല് കൊണ്ട് വെണ്ണീരിൽ അടിച്ചു. ദേവൻ്റെ പിൻകാല് പിടിച്ച് കേളൻ എഴുന്നേറ്റു. മാറിൽ 2 നാഗങ്ങളുമായി പുനർജനിച്ച കേളൻ അങ്ങനെ ദൈവക്കരുവായി മാറി. ദേവൻ വയനാട്ട് കുലവൻ കേളനെ അനുഗ്രഹിച്ചു. ഞാൻ കണ്ടതുകൊണ്ട് നീ കണ്ടനാർ കേളൻ എന്ന് പ്രശസ്തനാകുമെന്നും തൻ്റെ ഇടതുഭാഗത്ത് ഇരിക്കാൻ പീഠവും കയ്യിൽ ആയുധവും പൂജയും കൽപ്പിച്ചു കൊടുത്തു ദേവൻ. ഒരിക്കൽ കണ്ടവരെ വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന കേളൻ തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തും ചമയങ്ങളും അതിമനോഹരമാണ്. കയ്യിൽ അമ്പും വില്ലുമേന്തി തീപ്പൊരി ചിതർന്ന കണ്ണുകളുമായി കേളൻ വരുമ്പോൾ ചുറ്റുമുള്ള അന്തരീക്ഷം പോലും ഭക്തിസാന്ദ്രമാകും. ചാടിയും ഓടിയും തീക്കൂമ്പാരത്തിൽ കയറുന്ന കേളൻ ഉയർന്നു കത്തുന്ന ചൂട്ടുമലയുടെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു. തീയെ ചവിട്ടി തെറിപ്പിക്കുന്നു. വടികൊണ്ട് കുത്തി ഇളക്കി കനലുകളെ 4 പാടും എറിയുന്നു കേളൻ. ഭക്തിയുടെ ബലത്തിൽ കേളൻ ആ തീക്കനലുകളെ ചവിട്ടി മെതിക്കുന്ന, തീയിലൂടെ ഓടുന്ന, നൃത്തം ചെയ്യുന്ന കാഴ്ച തെയ്യപ്രേമികൾക്ക് പകർന്നു നൽകുന്ന അനുഭവം വാക്കുകൾക്ക് അതീതമായ വല്ലാത്തൊരനുഭവമാണ്. കേവലം ഒരു അനുഷ്ഠാനത്തിനപ്പുറം മനുഷ്യനും പ്രകൃതിയും അഗ്നിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് കണ്ടനാർ കേളൻ എന്ന ഈ അത്ഭുത കാഴ്ച. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എപ്പോഴെങ്കിലും കണ്ടനാർ കേളൻ തെയ്യം നേരിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കമൻ്റായി എഴുതുക. ഇനി അഥവാ കണ്ടിട്ടില്ലെങ്കിൽ പറ്റുമെങ്കിൽ നേരിട്ട് കാണാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയായിരിക്കുമെന്ന് ഉറപ്പ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൂടി പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു തെയ്യ കാഴ്ചകളുമായി വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.